ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ വീണ്ടും ഒരു ബീട്രൂട്ട് റെസിപ്പിയാണ്. വേറെ ഒന്നുമല്ല, ഓണം സ്പെഷ്യലായിട്ട് ബീട്രൂട്ട് പായസം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടായ പാനിലോട്ട് 4 ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കനം കുറച്ച് ചീവി എടുത്തതാണ്. അതും കൂടെ ചേർത്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുകയെ. അപ്പോൾ അതാ പഞ്ചസാര മെൽറ്റായി വരുന്നതിനനുസരിച്ച് നമ്മൾ ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ പഞ്ചസാര കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അത് ഉരുകി വരും. നമ്മൾ കൈ വെക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു നുള്ള് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുക. പകരം വാനില എസൻസാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു നുള്ള് ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കൈ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്താ പഞ്ചസാരയുടെ ആ ഒരു ഇതിൽ വെള്ളം കൂടെ വന്നപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി വരും. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഇതിൽ കിടന്നിട്ട് തന്നെയാണ് വെന്ത് വരുന്നത്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് കടിച്ച് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 കപ്പ് പശുവിൻ പാൽ. ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്ന് ഒരു ചെറിയൊരു വറ്റലൊക്കെ ആയി വരട്ടെ. ആ സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം തിളച്ച് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ വറ്റലറിയാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ഒന്ന് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മിൽക്ക് മെയ്ഡോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പാൽ നേരത്തെ നമ്മൾ ഒഴിക്കണേന്ന് മാറ്റി വെച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോർ, അതല്ലെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് നമ്മളിതാ 1 ടീസ്പൂണ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചേർക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡ് കഴിഞ്ഞ് വെക്കണം. അപ്പോൾ ബാക്കിയുള്ള ടിന്നിൽ ഞാനൊരിത്തിരി ഈ ഒരു പാലിൽ നിന്ന് കുറച്ച് ചൂടുള്ള പാലിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയായാലും നമ്മൾ ഒരു തരി പാത്രത്തിലുണ്ടെങ്കിൽ അത് കളയില്ലല്ലോ. എങ്ങനെയെങ്കിലുമൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു ഇതിൽ കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അതാ നമുക്ക് നമ്മളെ പായസമൊക്കെ ഏകദേശമൊക്കെ വറ്റിക്കുറുകലായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈ വെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ആണ് നമ്മൾ 1 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പാലിലാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത ശേഷം നമ്മുടെ കോൺഫ്ലോർ കലക്കിയിട്ടുള്ള മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒപ്പം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇനി കസ്റ്റാർഡ് പൗഡർ ആയാലും കോൺഫ്ലോർ ആയാലും കുറുകി വരും, പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. അപ്പോൾ അതിന് കട്ട കെട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നന്നായി ഒന്നത് മിക്സായി ഇതിലെല്ലാം യോജിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളൊരു തിക്കായി വരുന്ന സമയം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയും ബദാം എന്താ നമ്മളെ കയ്യിലുള്ളത് വെച്ചാൽ നമുക്ക് നെയ്യിൽ തൂമിച്ചിട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്ക്, ഒരിക്കലും മോശം അഭിപ്രായം പറയില്ല. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു വെറൈറ്റി പായസമാണ്. അപ്പോൾ കണ്ടില്ലേ, പായസത്തിന് ഇനി ഇത്ര തിക്കായിട്ടും ഇത്ര കുറുക്കത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. കൂടുതലായാൽ ചൂടാറും തോറും ഇതിന് കുറുക്കം കൂടി വരും. അപ്പോൾ നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി നെയ്യിൽ നട്ട്സ് ഒന്ന് വറുത്തിടാം. അപ്പോൾ നമ്മൾ സ്വന്തമായ റെസിപ്പിയാണ്, നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. പക്ഷേ കഴിച്ച് നോക്ക്, ഉണ്ടാക്കി നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായ കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കിയതെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ റെസിപ്പിയാണ്. നമ്മളെ ഓണം സ്പെഷ്യൽ
പായസമായിട്ട് നിങ്ങളിത് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കണം.